ശ്രീ സക്കറിയ ജോർജ്, ഒട്ടേറെ വലിയ ദുരൂഹതകൾ ഈ കുടുംബം മുന്നോട്ട് വെക്കുകയാണ്. ഒന്ന്, ആദ്യമേ തന്നെ പറയുന്നതാണ് ഇൻക്വസ്റ്റിന്റെ കാര്യത്തിൽ ബന്ധുക്കൾ ഇല്ലാതെ ഇൻക്വസ്റ്റ് നടത്തരുത് എന്ന നിയമം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റൊന്ന്, കുടുംബം ആവർത്തിച്ചാവശ്യപ്പെട്ടതാണ് കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന്. പക്ഷേ ഇത് രണ്ടും കണക്കാക്കപ്പെട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്ന സാഹചര്യമുണ്ടായത്. രാവിലെ 8 മണിക്ക് ഒരു റവന്യൂ ഉദ്യോഗസ്ഥനാണ് ഈ കുടുംബത്തെ വിവരങ്ങൾ വിളിച്ചറിയിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാകാത്ത സ്ഥിതി വരികയാണ്. വളരെ കൃത്യമായ കുടുംബം അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. ഇന്ന കാരണങ്ങൾ കൊണ്ട് നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല, കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇതാണ് അവർ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം ഇൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ KPF കേരള പോലീസ് ഫോംസ് 72 എന്ന് പറഞ്ഞതിനകത്ത് വ്യക്തമായി 9ാമത്തെ ക്ലോസിനകത്ത് പറയുന്നുണ്ട്, ബൈ വാട്ട് റിലേറ്റീവ് ബോഡി ഈസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് their statement shortly given, blood relatives such as parents, brothers, sisters, always to be examined if there are any. ജീവിച്ചിരിക്കുവാണെങ്കിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇത് ചെയ്തിട്ടില്ല. എന്തായാലും വിധവയെ കൊണ്ടുവരാൻ പറ്റില്ല, കാര്യം ആ ട്രോമയിൽ ഷോക്കിനകത്ത് കഴിയുവാണ്. ഇത് ചെയ്യാത്ത പ്രകാരം ഉള്ള ഒരു ഇൻക്വസ്റ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇല്ലീഗൽ. ഇപ്പോഴത്തെ DGPക്ക് അദ്ദേഹം ഇത് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം എൻ്റെ ഒഫീഷ്യൽ കരിയറിൽ എനിക്ക് അദ്ദേഹമായിട്ട് വളരെയധികം ഇന്ററാക്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു മെഡിയോക്കർ, ഒരു സാധാരണ ഓഫീസർ. ഇത് കേരളത്തിലെ ശക്തനായിരുന്ന ഒരു DGP ഉണ്ടായിരുന്നു, KJ ജോസഫ് സാറ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലാണെങ്കിൽ ഈ ക്ലോസ് 9 പാലിച്ചിട്ടില്ലെങ്കിൽ ആ ഇൻക്വസ്റ്റ് നടത്തിയ സർക്കിൾ ഇൻസ്പെക്ടർ സസ്പെൻഷനിലും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും എടുക്കുമായിരുന്നു. അതോടെ ഇൻക്വസ്റ്റ് കംപ്ലീറ്റ് ഇൻവാലിഡ് ആയി പോയത്. ഇത് എന്തുകൊണ്ട് ചെയ്തില്ല? പിന്നെ ഒരു സൂപ്പർ 5നെ വെച്ചെന്ന് പറയുന്നു, ഏതാ അന്വേഷിക്കാൻ. അവര് ദിവ്യക്ക് ജാമ്യം കിട്ടുന്നിടം വരെ അവർ ചിന്തിച്ചിട്ടില്ല ഈ വിധവയുടെയും ഫാമിലിയുടെയും സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട്. ഇവരെന്തിനാണ് IPSന്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? IPSകാരാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ഇന്റഗ്രിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി കാണിക്കണം. അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി കാണിക്കുന്നില്ലെങ്കിൽ അവർ ഈ സമൂഹത്തിന് ഒരു കേഴ്സാണ്, ശാപമാണ്, ഒരു ബേർഡനാണ്, ഭാരമാണ്. ഇങ്ങനെയുള്ളവരെ കൊണ്ടല്ല കേസ് അന്വേഷിക്കേണ്ടത്. ഈ ഇടയ്ക്ക് അടുത്ത് തന്നെ ഉണ്ടായി സജി ചെറിയാൻ കേസിനകത്ത് തിരുവല്ല DYSPയെ പറ്റിയിട്ട് ബെച്ചു കുര്യൻ സാർ, ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ബെച്ചു കുര്യൻ സാർ തന്നെ അയാളെ കുറ്റപ്പെടുത്തി, അവിടുത്തെ മജിസ്ട്രേറ്റിനെ കുറ്റപ്പെടുത്തി അതിനകത്ത് റെഫർ ചാർജ് സ്വീകരിച്ചപ്പോൾ. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ഹോളിസ്റ്റിക് മാനറിൽ വേണം ഇത് അന്വേഷിക്കാനായിട്ട്. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും, ഇപ്പം പലരും പറയുന്നു CBI പറ്റി പറഞ്ഞു, ഞാൻ അതും അറിയാം. കോൾ ഇൻവെസ്റ്റിഗേഷൻ കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞു ഇത് കേജ്ഡ് പാരറ്റ് ആണെന്ന്. അത് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതുപോലെ തന്നെ കേരള ഹൈക്കോടതി കേരള പോലീസിനെ പറ്റി ജബ്ബാർ മർഡർ കേസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ലോക്കൽ പോലീസിൽ നിന്ന് CBIയിലോട്ട് കൊടുത്തപ്പം അവർ പറയുന്നുണ്ട്, ഹാവിംഗ് റിഗാർഡ് ടു ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് ഓഫ് ദ കേസ്, I do not consider it expedient to allow the state police to continue the investigation of this case. The political setup here is such that howsoever efficient the investigator may be, if those who masterminded the assassination of Jabbar have roots in the party in power, the real culprits are not going to be arraigned as accused in the case. It is not because there is dearth of good officers in the state police, but because they may be helpless in conducting a proper, impartial, bold and foolproof investigation so as to bring the real assailants to justice. In order to instill confidence in the public, as also the near relatives of the deceased, I am of the view that the investigation of this case ought to be entrusted with a central agency, which is a premier investigation agency, which may not have any vested interest in the matter and may not be amenable to the local pressures. ഇത് നമ്മുടെ ഹൈക്കോടതി പറഞ്ഞതാണ്.
സുപ്രീം കോടതി CBIയിലെ ഒരു കേസിനകത്ത് പറഞ്ഞാൽ ഇതും പ്രശ്നമാണ്. ഇപ്പം സജി ചെറിയാൻ കേസിനകത്ത് ബെച്ചു കുര്യൻ സാർ പറഞ്ഞത് ഇന്റഗ്രിറ്റി ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടുപിടിച്ചേൽപ്പിക്കണം എന്നാ. ഇന്റഗ്രിറ്റി ഉള്ള ഓഫീസർമാരെ പറ്റി കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇന്റഗ്രിറ്റി ഉള്ള പോലീസ് ഓഫീസേഴ്സ് അല്ല പ്രശ്നം സർ. ഇതിൽ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് എത്ര മികച്ച ഉദ്യോഗസ്ഥരാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു വലിയ നിസ്സഹായത ഈ SITയെ ബാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതേ ഹൈക്കോടതി പറഞ്ഞല്ലോ, അതല്ലേ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അതിനകത്ത് വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞേക്കുവാണ്. പിന്നെ ഇതിനേക്കാളും എല്ലാം ഉപരി ഒരു പൗരന്റെ അവകാശമാണ്. സുപ്രീം കോടതി അത് കാറ്റഗോറിക്കലായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അദീജ ബീഗം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എവരി സിറ്റിസൺ ഹാസ് എ റൈറ്റ് ടു ഗെറ്റ് ഹിസ് ഓർ ഹെർ കേസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ എ ഫ്രീ ആൻഡ് ഫെയർ മാനർ. അവർക്ക് വിചാരിക്കുക ഇന്നവരെ അന്വേഷിക്കണം. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്നു, നമ്മുടെ പോക്കറ്റിലെ കാശ് കൊണ്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് പിക്ക് ആൻഡ് ചൂസ് ഉണ്ട്. ഇവിടുത്തെ ഈ പറയുന്ന നിയമവ്യവസ്ഥിതി വെച്ചേക്കുന്ന ഇവിടുത്തെ എല്ലാവരുടെയും ഈ 140 കോടി ജനങ്ങളുടെ നികുതിദായകരുടെ പണം കൊണ്ടാണ് ഈ സിസ്റ്റത്തിനെ വെച്ചേക്കുന്നത്. അതിന് ആരും സങ്കടപ്പെടണോ, ആരും നൊമ്പരപ്പെടേണ്ട കാര്യമില്ല. കാര്യം ഹൈക്കോടതിക്ക് പോലും അത് തടയാൻ പറ്റത്തില്ല. കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, UPSCRTC വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോർട്ട് cannot examine and redecide an issue already decided by the Supreme Court in an earlier proceeding. അപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അജീത ബീഗത്തിനകത്ത് അത് പൗരന്റെ അവകാശമാണെന്ന്. ഇത് ഫണ്ടമെന്റൽ ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവകാശം ഇവിടെ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി അടിമുടി നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്.